പേര് കേട്ട ബിസിനസ്മാനായ നാരായൺ ജേക്കബിന്റെ സാമ്രാജ്യമാണ് MG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. MG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൺസ്ട്രക്ഷനും ഇന്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് കോർപ്പറേറ്റ് വേൾഡിൽ വളരെയധികം ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ എല്ലാ ഉയർച്ചയ്ക്ക് കാരണം അദ്ദേഹത്തിൻ്റെ മരുമകനും മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ്. ഇത് ഡെവിൻ ഐറ്റ്സാമോ, ഈ കമ്പനിയുടെ CEO, ഈ കമ്പനിയുടെ നെടുന്തോറും. അല്ലാതെ ആകർഷിക്കുന്ന ഈ സൗന്ദര്യം മാത്രമല്ല കേട്ടോ, തലയ്ക്കകത്ത് നല്ല ആൾതാമസമുണ്ട്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ എല്ലാ പുരോഗമനത്തിനും ഒരു വലിയ പങ്ക് ഡെവിനും കൂടെ അർഹതപ്പെട്ടതാണ്. ഇത് ഡെവിൻ്റെ PS നിർമ്മല. വളരെ എഫിഷ്യൻ്റാണ്, ഹാർഡ് വർക്കിങ്ങും. വരാനിരിക്കുന്ന ബിസിനസ് മീറ്റിൻ്റെ പൊരിഞ്ഞ ചർച്ചയിലാണ് നിർമ്മലയും ഡെവിനും. നിർമ്മല ഡെവിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അതിൻ്റെ ഷെഡ്യൂളൊക്കെ തയ്യാറാക്കുകയാണ്. ഓക്കെ നിർമ്മല, കാര്യങ്ങളൊക്കെ ഇതേപോലെ ഷെഡ്യൂൾ ചെയ്താൽ മതി. പിന്നെ നാളെയല്ലേ തനിക്ക് തേർഡ് റൈം സ്റ്റൈലിലെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? ഈ സമയം കുറേ ഡിഫിക്കൽട്ടാണ് അതിനോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനൊന്നും എടുത്ത് വെക്കണ്ട. ഈ ഒരു ടൈമിനെ പറ്റി മമ്മ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സോ തനിക്ക് ഒരു ഹെൽപ്പിന് സിദ്ധാർത്ഥനെ സമീപിക്കാൻ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥനെ കൂടെ ഏൽപ്പിച്ചോളൂ. അപ്പം തനിക്ക് ഒരു ഹെൽപ്പാവും. താങ്ക് യു സോ മച്ച് സാർ, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. ഈ ഒരു സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂഡ് സ്വിങ്സും ഒക്കെ ആയതുകൊണ്ട് വർക്ക് ലോഡും ഒക്കെ കുറച്ച് പ്രഷറാണ്. ബട്ട് ഇതാണല്ലോ നമ്മുടെ എണ്ണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സാറിൻ്റെ അടുത്ത് അതിനെപ്പറ്റി കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, അത് അക്നോളജ് ചെയ്തല്ലോ. യു ഗോയിങ് ടു ബി ആൻ അമേസിങ് പാരൻറ്റ്, ഐ ക്യാൻ ടെൽ. അതിനൊരു നനത്ത പുഞ്ചിരി ഇവൻ്റെ ചുണ്ടിൽ വരുന്നു. അപ്പോഴാണ് ഓഫീസിലേക്ക് ആ മെസ്സേജ് വരുന്നത്, ചെയർമാൻ്റെ ക്യാബിനിലേക്ക് എത്രയും വേഗം. ഓഫീസ് ടൈമും കഴിഞ്ഞ് സമയം ഇത്തിരി വൈകിയിരിക്കുന്നെന്ന് ഡെവിൻ മനസ്സിലാക്കിയത് ഡിസ്കഷൻ വേഗം അവസാനിപ്പിച്ച് നിർമ്മലയുടെ വീട്ടിലേക്ക് മടങ്ങിക്കോളാൻ പറഞ്ഞു. ഡെവിൻ ചെയർമാൻ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ആ ഫ്ലോറൊക്കെ ശൂന്യമാണ്, എംപ്ലോയീസൊക്കെ മടങ്ങിയിരിക്കുന്നു. മാർക്കറ്റിംഗ് ഹെഡിൻ്റെ ക്യാബിനിൽ ഇപ്പോഴും ലൈറ്റ് കണ്ടതും അവിടെ ഇപ്പോഴും ആളുണ്ടെന്ന് ഡെവിൻ മനസ്സിലാക്കി. അവിടേക്ക് ഒരു നോട്ടം പൊളിച്ച് ഡെവിൻ നേരെ ചെയർമാൻ്റെ റൂമിലേക്ക് നടന്നു. ഇത് ക്യാബിനിലേക്ക് കയറിയതും അവിടെ ചെയർമാൻ സീറ്റിൽ മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇരിക്കുന്നു. വെൽ ഡ്രസ്ഡ് ആൻഡ് വെരി ഹാൻഡ്സം. നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം ഡെവിനെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ പോയില്ലേ? ഞാൻ ഇപ്പം നേരത്തെ ഇറങ്ങി കാണുമെന്ന്. ആക്ച്വലി ഞാൻ പോകാൻ വേണ്ടി തന്നെ ആയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നീ വരുന്ന പ്രോജക്റ്റിൻ്റെ ഉള്ള ഡിസ്കഷനിലാണ്. അതെന്തായാലും നീളുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ നിന്നോട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അല്ലെ തന്നെ നിൻ്റെ അമ്മച്ചിക്ക് ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, നിന്നെ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നു, നിൻ്റെ ആരോഗ്യം നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തലതിന്നലാണല്ലോ അവിടെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇന്ന് നിന്നെ കയ്യോടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നെ കഥ നിൽക്കേണ്ടിയിരുന്നില്ല പപ്പ. പപ്പയ്ക്ക് സമയത്ത് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. ഇപ്പോൾ സമയത്രയായി, ഇന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും കുറച്ചുകൂടെ ലേറ്റാവും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമല്ലോ പപ്പ. ഞാനങ്ങ് വന്നുകൂടായിരുന്നില്ലേ? ഒരു ദിവസം നിന്നെ കാത്തുനിന്ന് വെച്ചത് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡെവി. പിന്നെ ഏത് ഫയൽസ് എനിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പപ്പ ഇനിയും ഫയൽസ് വെക്കാനുള്ളത്. ആക്ച്വലി അവർ സബ്മിറ്റ് ചെയ്തിരുന്നു, ബട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. സോ ഞാനത് റീചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്ന് വേണ്ടി ടേബിൾ എത്തിക്കാനാണ് പറഞ്ഞത്, ഇതുവരെ കണ്ടില്ല. ഈടായിട്ട് ഭയങ്കര ഉഴപ്പാണ്. ഒന്ന് എന്തായാലും വാൺ ചെയ്ത് വിടണം. അങ്ങനെയാണോ? എന്നാൽ പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം, നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡെവി, നീ ഇതുവരെ കോഫി നിർത്തിയില്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു നിനക്ക് മൈഗ്രെയിൻ ഉണ്ട്, ഈ കഫീൻ യൂസ് കുറയ്ക്കണം എന്ന്? വർക്ക് പ്രഷറൊക്കെ ആയതുകൊണ്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു സ്റ്റോപ്പ്. ഇപ്പോൾ ഒരു കോഫിയുള്ളൂ, ഞാൻ ഒരു കോഫിയിലൊക്കെ ആക്കിയിട്ട്. അപ്പോഴാണ് ക്യാബിൻ ഡോറിൽ നോക്കി ഇട്ടത്. ആരാന്നറിയാവുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ അനുവാദം കൊടുത്തു. സുന്ദരിയ ഒരു യുവതി അകത്തേക്ക് കയറി വന്നു. മരിയ, 26 വയസ്സ് പ്രായം, ഇവിടുത്തെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. പെട്ടെന്നാണ് മരിയയുടെ മുഖത്തെ ആ ചിരിയങ്ങ് മാഞ്ഞത്. അതാ ഇരിക്കുന്ന തൻ്റെ ബോസ്. എന്തോ ഒരു ഡേഞ്ചർ മരിയയ്ക്ക് സ്മെല്ല് ചെയ്തു. ചെയർമാൻ്റെ റൂമിലേക്ക് മരിയ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്കിട്ടുള്ളൊരു പണിയാണോ എന്ന്. ഗുഡ് ഈവനിങ് സർ. സാറ് എന്തിനാ വിളിപ്പിച്ചതെന്ന്? മരിയ ഇരിക്കുക. ഞാൻ വിളിപ്പിച്ചത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ 2 ഫയൽസ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. മരിയല്ലേ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻസി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് ചെയർമാൻ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്.
അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങേറിയ വരവ്. അങ്ങനെ ഡെവിനെ മരിയ ഒന്ന് പാളി നോക്കി. ഡെവിൻ മരിയെ കണ്ട ഭാവം നടിക്കാതെ ചെയറിൽ വളരെ അധികമേ ഇരിക്കുകയാണ്. സർ, അത് ആക്ച്വലി കഴിഞ്ഞ വീക്ക് എനിക്ക് ഓഫീസിൽ വരാൻ പറ്റിയില്ല, ലീവ് എടുത്തിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ടീം കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് ചെയ്തത്. പിന്നെ സാർ അത് അംഗീകരിച്ചില്ല, ഫയൽ വീണ്ടും റീചെക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. സോ അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടേക്ക് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോലും പോകാത്തത്. എന്തായാലും അത് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ആ ടേബിൾ വെക്കും സാർ. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരിയോട് വരാൻ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ ഇത്ര ലേറ്റ് ആയില്ലേ, ഇനി അധികം നേരം കൂടി ഇരിക്കണ്ട, മരി പൊക്കോളൂ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാക്കിയുള്ള വർക്ക് വീട്ടിൽ കൊണ്ട് ചെയ്തിട്ട് നാളെ രാവിലെ സബ്മിറ്റ് ചെയ്യാൻ മതി, അല്ലേ ഡെവിൻ? ഇറ്റ്സ് ഓക്കെ സാർ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നുള്ളൂ. ആത്മാർത്ഥതയൊന്നും വേണ്ട, പറഞ്ഞില്ലേ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി ചെയ്താൽ മതിയെന്ന്. നാളെ രാവിലെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇയാൾക്ക് വേണ്ടി ഓഫീസ് തുറന്നിരിക്കാനും പറ്റില്ല, ഞങ്ങൾ ഇറങ്ങാനും വരും. മരിയ, അത് മതി, അവിടെ നാളെ സബ്മിറ്റ് ചെയ്താൽ മതി. എന്തായാലും നമുക്കിറങ്ങാം. മരിയ എങ്ങനെ പോകുന്നത്? കാറുണ്ടല്ലോ അല്ലേ? ആക്ച്വലി എൻ്റെ കാർ രാവിലെ ബ്രേക്ക് ഡൗൺ ആയി സാർ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഊബറിനാണ് വന്നത്. തിരികെയും ഊബറിന് പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ഇനി ഊബറൊന്നും വിളിക്കാൻ നിൽക്കണ്ട, ഞങ്ങളും അങ്ങോട്ടേക്ക് തന്നെ ആണല്ലോ, ആ ലൈനിലല്ലേ ഞങ്ങൾ താമസിക്കുന്നത്. മരിയ ഞങ്ങളോട് വരൂ. ഓ, ഈ ഡബിൾ റോഡ് ഇനി കാറെ കയറാത്തൊരു കുറവും കൂടെ ഉള്ളൂ. സർ, നോ ഇറ്റ്സ് ഓക്കെ, ഞാൻ ഊബറിന് തന്നെ പൊക്കോളും സാർ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇനി അതും പറഞ്ഞ് നിന്ന് സമയം കളയണ്ട, മരിയ വരൂ. പിന്നെ വീട്ടിലപ്പനും അമ്മയ്ക്ക് ഇപ്പം നെഞ്ച് തീയായിരിക്കും, അവിടെ എത്തുന്നുള്ള വരെ ഒരു സമാധാനം കാണുക. ഊബറൊന്നും വേണ്ട, ഞങ്ങളോട് തന്നെ പോരാ. അങ്ങനെ അവർ നടന്ന് പാർക്കിംഗ് ലോട്ടിലെത്തി. അവിടെ ഡെവിൻ്റെ കാറുണ്ടായിരുന്നു, അതിൽ 3 പേരും കയറി യാത്രയായി. ഡെവിനാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൻ ഫ്രണ്ട് സൈഡിൽ ഇരിപ്പുണ്ട്. 2 പേരും കൂടി ഇപ്പോഴും ഓഫീസ് ചർച്ചകളിലാണ്. മരിയയ്ക്ക് പിന്നെ കൂടുതൽ ആത്മാർത്ഥതയൊന്നും വേണ്ടാത്തതുകൊണ്ട് അതിനായിട്ട് വലിയ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. അവൾ പുറത്തെ കാഴ്ചകൾ കണ്ട് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. എനിക്കൊച്ചേ, ഇത് എത്ര നേരമായി നിന്നെ നോക്കി ഞാനിവിടെ നിൽക്കുന്നു. സമയം നേരം വൈകി നിനക്ക് വല്ല വിചാരമുണ്ടോ? മര്യാദയ്ക്ക് രായെന്താണ് നിന്നോട് പറഞ്ഞേ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണ്ടെന്ന്. അതങ്ങനെ പറഞ്ഞത് നിനക്ക് പണ്ടേ അനുസരണയില്ലല്ലോ. എപ്പോഴാണ് നീ വീട്ടിലോട്ട് കയറി വരാൻ പോകുന്നത്? പക്ഷേ തീ തീറ്റിക്കാൻ നിനക്ക് ഓർമ്മ വരത്തില്ല അല്ലേ? ഓ, എൻ്റെ മമ്മ കിടന്ന് ബഹളം വെക്കാതെ ഞാൻ ദാ എത്തി. എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. രാവിലെ ഞാൻ ഊബറിനാണ് ഓഫീസിലേക്ക് പോയത്, അതുകൊണ്ട് തിരിച്ചു അങ്ങനെ വരാനായിരുന്നു. അപ്പോഴാണ് സാറ് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞങ്ങളിതാ എത്താറായി. ഹോ, എൻ്റെ തമ്പുരാനെ, സമാധാനമായി. അല്ല ഇടി കൊച്ചേ, നീ നിൻ്റെ സാറിനോട് വരുന്നല്ലേ പറഞ്ഞത്? ആ സുന്ദരൻ നിൻ്റെ അടുത്തുണ്ടോടി? എത്ര നാളായിട്ട് ഞാൻ നിന്നോട് പറയാടി അവനെ ഒന്ന് വളച്ച് കുപ്പിയിലാക്കാൻ. ആ ബുദ്ധി നിനക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. അതെങ്ങനെയാ? നിനക്ക് നിൻ്റെ അപ്പൻ്റെ ബുദ്ധിയാണ്. പുസ്തകം തിന്നാൻ മാത്രമേ നിന്നെ കൊണ്ട് കൊള്ളത്തുള്ളൂ. എൻ്റെ 2% ബുദ്ധിയെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവൻ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വിദ്യ ഒന്ന് പ്രയോഗിച്ചൂടെ? ഇങ്ങനെ വല്ല കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡോ മറ്റേതോ മറിച്ചിട്ടൊക്കെ നീ ഇങ്ങനെ നടന്ന് ജീവിതം പാഴാക്കിക്കും. നിനക്ക് വല്ല കുടുംബമായിട്ട് കുട്ടികളോടെ ജീവിക്കണമെന്ന് വലിയ വിചാരമുണ്ടോ മരിയ? ജേക്കബിൻ്റെ പൊടുന്നനെയുള്ള പൊട്ടിച്ചിരിയിലാണ് മരിയ സത്യം മനസ്സിലാക്കിയത്. കാറ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. തൻ്റെ ഫോണാണെങ്കിൽ ഹൈ വോളിയം. തൻ്റെ മമ്മ പറഞ്ഞത് മുഴുവൻ 2 പേരും കേട്ടിരിക്കുന്നു. അതിൻ്റെ ചമ്മലിലാണ് മരിയ ഇപ്പോൾ. പെട്ടെന്ന് തന്നെ മരിയ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. മമ്മ അത് ഫോൺ വെക്കുന്നുണ്ടോ? ഞാൻ എത്തിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ വരുമോ വെച്ച് കഴിഞ്ഞ് മരിയ ഡെവിനെ ഒന്ന് പാലം നോക്കി. ആ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല, സ്ഥിരമുള്ള ആ ഒരു സ്റ്റോൺ ഫേസ് തന്നെ. നേരെ നോക്കി വണ്ടി ഓടിക്കുകയാണ്. തൻ്റെ അപ്പൻ എന്തിനാ ചിരിക്കുന്നതെന്നും താൻ ഈ പറഞ്ഞതൊന്നും ഒന്നും കേൾക്കാത്ത ഭാഗത്തിലും കാണാത്ത ഭാഗത്തിലുമാണ് ഡെവിൻ്റെ ഇരിപ്പ്. ഇനി തനിക്കുള്ള അടുത്ത പണി ഇതിൻ്റെ പേരിലാവുമെന്ന് വിചാരിച്ചാണ് മരിയ ഇരിക്കുന്നത്. കണ്ട് തലറ് ചമച്ച കാരണം ഇനി എന്തൊക്കെയാണോ ഇതിൻ്റെ ബാക്കി വരാൻ പോകുന്നത്. മരിയ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഡെവിൻ മരിയെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ കാറെടുത്ത് മുമ്പോട്ടേക്ക് പോയി. മരിയ ഹോളിലേക്ക് കയറിയതും അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മച്ചി. ഓ, കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അമ്മ എന്ത് പണിയായി കാണിച്ചത്? അമ്മ എന്തൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഛേ, ഞാൻ അതിന് മാത്രം എന്ത് മോശമായിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞത്? നിനക്ക് നല്ല ഗുണമുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഗുണമുള്ള കാര്യം? എന്ത് ഗുണമുള്ള കാര്യം? അമ്മ ചുമ്മാ നാക്കിന് ബ്രേക്കില്ലാതെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട്
ഞാൻ ചമ്മി അറിയോ എന്നിപ്പോൾ വിചാരിക്കാം. കേട്ടെങ്കിലേ കണക്കായിപ്പോയി. നീയോ കേൾക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് കേൾക്കട്ടെ. പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. കഴിക്കാനൊന്നും ഇറങ്ങി വരുന്നില്ല മമ്മ. എനിക്ക് കുറേ പരിപാടിയുണ്ട്, ഇഷ്ടം പോലെ വർക്കുണ്ട് പെൻഡിങ്. മമ്മ അത് മുകളിലേക്ക് കൊടുത്തു വിട്ടാൽ മതി. ആദ്യം ആ കാർട്ടനൊന്ന് ഓഫ് ചെയ്യും. എൻ്റെ മോളെനിക്ക് കൊച്ചുമക്കളൊന്നും തന്നിട്ടില്ലല്ലോ ഈ കാർട്ടൻ ഇട്ടിരുന്ന് കാണാൻ. അതാ പിന്നെ ഞാൻ ഇട്ടിരുന്ന് കാണാമെന്ന് വിചാരിച്ചത്. ഓക്കെ, എൻ്റെ യോഗം. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാനല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? എൻ്റെ മൂക്ക് തലയ്ക്ക് വെളിയും വെള്ളിയാച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇനി എത്രത്തോളം നേർച്ച ഞാൻ ചെയ്യേണ്ടി വരും എൻ്റെ കർത്താവേ. അല്ല മറിയ, എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വർക്കുമായിട്ട് വീട്ടിലോട്ട് വരരുതെന്ന്. പിന്നെ എന്നത്തിനാ നീ വീണ്ടും വന്നിട്ട് നിനക്ക് റെസ്റ്റ് എടുത്തൂടെ കോച്ചേ? അത് മമ്മ മുമ്പ് പറഞ്ഞില്ലേ, ആ സുന്ദരൻ ഓ ഡെവിൾ അങ്ങനെ എനിക്കിട്ട് തന്ന പണിയാണ്. ഇത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോടെ അങ്ങേർക്ക് അരച്ച് കലക്കി കൊടുത്തില്ലെങ്കിലേ അങ്ങേർക്കത് ഇറങ്ങൂല്ലാന്ന്. അമ്മ എന്തായാലും ഫുഡ് കൊടുത്തോളൂ, ഞാൻ ഫ്രഷ് ആകുമ്പോൾ. ഓ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഞാൻ പോവാം, നിൻ്റെ അപ്പനോടെ ഫുഡ് എടുത്ത് കൊടുക്കാൻ സമയമായി. അവിടേക്കും മരിയ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ഡോർ തുറന്ന് ആളെ കയറി വന്നത്. ആളെ കണ്ടാന്ന് വെച്ച് മരിയ തടഞ്ഞു നിന്ന് പോയി. കയറി വന്ന ആളും പെട്ടെന്ന് പരിഭ്രാന്തനായി തിരികെ നിന്നു. സോറി, ഇവിടെ ആരുമില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്നെ റൂമിൽ കാണുന്നപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ ഞാനിവിടെ കാണുന്നത്? ഇതറിയാതെ ഒന്നല്ല, ഇപ്പം മനഃപൂർവ്വം ചെയ്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നാക്കിനിട്ടില്ലെന്ന് വിചാരിച്ചേ ഒരുമാതിരി വൃത്തിയോട് വിളിച്ച് പറയാൻ നിൽക്കരുത്. ഈ ബെഡ്റൂമേ എൻ്റെയും കൂടെ എപ്പോൾ വേണമെങ്കിലും കയറാനും ഇറങ്ങാൻ എനിക്കുണ്ട് അവകാശം. നിന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ കയറി വന്നു. അത്ര തന്നെ. അതിനകത്ത് ആവശ്യമില്ലാത്ത വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മിസ്റ്റർ ഡീസൻ്റ് ഇറങ്ങിയിരിക്കുന്നു. ഇത് തൻ്റെ റൂമൊക്കെ തന്നെ. എന്നിട്ട് തനിക്കൊന്ന് ഡോറ് നോക്കി ചെയ്തൂടെ? താനല്ലാതെ ഇവിടെ വേറെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് തനിക്ക് അറിഞ്ഞൂടെ? ബെഡ്റൂമിലേക്ക് എല്ലാവരും എപ്പോഴും നോക്കി ചെയ്തിട്ടൊന്നുമല്ല കയറി വരാനും. അതുകൊണ്ട് എനിക്ക് ഒരു അബദ്ധം പറ്റി. അതിന് ഞാൻ സോറിയും പറഞ്ഞു. അതിന് നീ കൂടുതൽ എടുക്കണം വലിയ ഷോയിൽ നടക്കണ്ട. പിന്നെ ഇത് എൻ്റെയും കൂടെ ബെഡ്റൂമാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഞാൻ കയറി വരും. ഇതേ റൂമിൽ തന്നെ ഞാൻ കിടക്കാറ്. ഇതേ ഡ്രസ്സിങ് റൂമിൽ തന്നെ ഞാൻ ഡ്രസ്സും ചേഞ്ച് ചെയ്യാറ്. ഇതേ ബാത്റൂമിൽ തന്നെ ഞാൻ കുളിക്കാറ്. ആവാസന അലവല്ലാതെയും നേരെ നോക്കാൻ കൊള്ളാത്തവനായ ഞാനിവിടെ ഉള്ളപ്പോൾ എന്താ പറയുക, നീ ഡോർ ലോക്ക് ചെയ്യാൻ? ഇവിടുത്തെ ഡോറിന് ലോക്കിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അത്രയ്ക്ക് പേടിയുള്ള ആളാണെങ്കിൽ ഡോർ ലോക്ക് ചെയ്യാം. ഞാൻ എപ്പോൾ വേണേലും കയറി വരുമെന്ന് വിചാരിച്ചിട്ടാണോ ഇനി നീ അത് ചെയ്യാതിരുന്നത്? ഒരുമാതിരി അനാവശ്യമായി പറഞ്ഞിട്ടല്ലോ. അയ്യടാ, കഥ പറഞ്ഞിട്ട് ക്ഷണിക്കാൻ പറ്റിയ ഒരാൾ വന്നിരിക്കുന്നു. യു വിഷ് അത് നടക്കണമെങ്കിലേ ഞാൻ വടിയാവണം. മനസ്സിലിപ്പൊക്കെ കൊള്ളാം നിന്റെ. അയ്യടാ, ആ മോന്ത നോക്കാം. ഇതൊക്കെ പറയുമ്പോൾ ആ മുഖത്ത് വരുന്ന ഭാവങ്ങളെ, ആ കൂർപ്പിച്ചു വരുന്ന മൂക്കും, ആ കൂടുന്ന ചുണ്ടും, ആ വീഞ്ഞു വരുന്ന ഉണ്ട കണ്ണുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മൊത്തത്തിലൊരു ആനച്ചന്തം എന്നൊക്കെ പറയുന്നതന്നെ പൊട്ടനടിക്കണം. അതൊക്കെ ആസ്വദിക്കാൻ നീ വേറെ ആളെ നോക്കണം. ഈ ഡെവിനെ അതിന് കിട്ടില്ല മോളെ. നീയൊന്നല്ല, നിന്റെ പോലെ 10-15 നിരന്ന് നിന്നാലും ഈ ഡെവിൻ ഒരു നോട്ടം കൊണ്ട് പോലും ശല്യം ചെയ്യില്ല. കാരണം എന്നെ സൗന്ദര്യ സങ്കല്പത്തിന് പറ്റിയ ആളേ അല്ല നീ. ഈ ലോകത്തുനിന്നുള്ള പെമ്പിളാരെല്ലാം ഒലിച്ചു പോയി ബാക്കി നീ മാത്രം അവശേഷിക്കുന്നെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. അതുകൊണ്ട് എന്തെങ്കിലും മോഹം മോടെ ഉള്ളിലുണ്ടെങ്കിൽ അത് 8 മടക്കി അങ്ങ് പോക്കറ്റ് വെച്ചേക്കാം കേട്ടോ. മിസ്സസ് മരിയ ഡെവിൻ സാമുവൽ. നീ ഈ വേഷത്തിൽ എന്നോട് നിൽക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കൂടുതലായി. ഇപ്പം തന്നെ നോക്ക് വരിക. എന്നെ കണ്ട് നിന്റെ കണ്ണിലല്ലാണ്ട് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഓടി നടന്നു ഇല്ല. അതാണ് ഡെവി. ഇപ്പം നിനക്ക് മനസ്സിലായോ? तुझको कहाँ ढूंढूं बता, ऐ मेरी
खुद ही तुझको रख कर कहीं ദേവി അത് പറഞ്ഞപ്പോഴാണ് മരിയ അക്കാവിനെ ഓർത്തത്. പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് മരിയ അവിടെ നിന്ന് ഓടിയത്.